നമസ്കാരമുണ്ട്, അശ്വതിയാണ്. ഇന്നൊരു കോട്ടാണ് കേട്ടോ, ബ്രൂസ്ലി പറഞ്ഞ കോട്ടാണ്. യു വിൽ കണ്ടിന്യൂ ടു സഫർ ഇഫ് യു ഹാവ് ആൻ ഇമോഷണൽ റിയാക്ഷൻ ടു എവറിത്തിങ് ദാറ്റ് ഇസ് സെഡ് ടു യു. ദ പവർ ഇസ് സിറ്റിംഗ് ബാക്ക് ആൻഡ് ഒബ്സർവിങ് എവറിത്തിങ് വിത്ത് ലോജിക്. ഇഫ് വേർഡ്സ് കൺട്രോൾ യു, ദാറ്റ് മീൻസ് എവ്രി വൺ എൽസ് ക്യാൻ കൺട്രോൾ യു. ബ്രീത്ത് ആൻഡ് അലൗ തിങ്സ് ടു പാസ്. വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസായിട്ടാണ് തോന്നിയിട്ടുള്ളത്. വാക്കുകൾക്കെല്ലാം, കേൾക്കുന്ന വാക്കുകൾക്കെല്ലാം റിയാക്ഷനുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി, അപ്പം ഞാനിവിടെ റിയാക്ട് ചെയ്യും എന്നാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം എന്നാണ് പറയുന്നത്. അവരുടെ താളത്തിനൊത്ത് നമ്മൾ തുള്ളുക, താളത്തിനൊത്ത് തുള്ളുക എന്ന് പറയില്ല, അതുപോലെ. അപ്പോൾ അവരെന്താണോ ബീറ്റ് ചെയ്യുന്നത് അതുപോലെ ചിലപ്പോൾ അതിലും ഭീകരമായിട്ടൊക്കെ നമ്മൾ ചെയ്തു എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും നമുക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ പറയുന്നത്, ചെയ്യാൻ പറ്റുന്നത് ഒന്ന് ഇരുന്ന് ഒന്ന് ആലോചിച്ച് ബുദ്ധി ഉപയോഗിക്കൂ. അതായത് വികാരമല്ലാതെ ഒരു ലോജിക്കലി ഇൻ്റലക്റ്റ് ഉപയോഗിച്ച് അതിനെ ഒന്ന് അഡ്രസ്സ് ചെയ്യൂ. എന്നിട്ട് റെസ്പോണ്ട് ചെയ്യാം, റിയാക്ട് ചെയ്യല്ല. എന്നിട്ട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയ അതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അവിടെ ഏത് താളമാണ് കൊട്ടുക എന്നറിയില്ല, ആ താളത്തിനനുസരിച്ച് നമ്മൾ മാറിപ്പോകും. കടിഞ്ഞാണ് കൊടുക്കും എന്ന് പറയില്ലേ, ബേസിക്കലി അവരുടെ ഒരു പാവ പോലെ ആയി പോകുന്നൊരവസ്ഥ. എല്ലാവരിൽ നിന്നും അങ്ങനെ ഒരു ഇതും ഇൻഫ്ലുവൻസ് ഇല്ലാതെ ജീവിക്കാനൊന്നും നമുക്ക് സാധാരണ ജീവിതത്തിൽ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലുമൊക്കെ നമുക്ക് എല്ലാവരുടെയും ഇൻഫ്ലുവൻസ് ഉണ്ടാവും. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴും ഈ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ കടിഞ്ഞാണ് നമ്മൾ ഇത്തിരിയെങ്കിലും കൊടുത്തിട്ടുള്ള ആൾക്കാർ നമ്മളെ നന്നായി അറിയുന്നവരായിക്കോട്ടെ, അവനവനെ അറിയുന്നവരായിക്കോട്ടെ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവർ തുള്ളുന്നതും വേറെ ഏതെങ്കിലും താളത്തിലായിരിക്കും, ആ താളത്തിൽ നമ്മൾ തുള്ളേണ്ടി വരും. അപ്പോൾ നമ്മൾ കടിഞ്ഞാണ് കൊടുക്കുന്ന ആൾക്കാരും ഇച്ചിരി നമുക്കറിയാം അവർ പറയുന്നത് എന്താണെന്ന്, അവർക്ക് ബോധമുള്ള ആൾക്കാരാണെന്നുള്ളവർക്ക് കുറച്ചെങ്കിലുമൊക്കെ കൊടുക്കാം. കഴിവതും അങ്ങനൊരു ഇമോഷണൽ റിയാക്ഷൻ ഉണ്ടാവാതിരിക്കാൻ സാധിക്കുമെങ്കിൽ, ഇഫ് യു ക്യാൻ സിറ്റ് ബാക്ക് ആൻഡ് ഒബ്സർവ്, ഒന്ന് ഇരുന്ന് ആലോചിച്ച് തിരിച്ച് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്. ബ്രീത്ത് ആൻഡ് അലൗ തിങ്സ് ടു പാസ്. ദിസ് ഷാൽ ടു പാസ് എന്ന് പറഞ്ഞില്ല, ഇതും കടന്നു പോകും എന്ന് പറഞ്ഞ പോലെ ശ്വാസം എടുത്ത് ഇതിനെയും കൂടെ അതിലൂടെ ഒന്ന് കടത്തി വിട്ടോളൂ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു കാര്യം അടുത്തെങ്ങും കിട്ടത്തില്ല, അല്ലെങ്കിൽ അത് നമ്മളുടെ കൈക്കുള്ളിലേക്ക് വരത്തില്ല. ഇത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചെങ്കിലുമൊക്കെ, പൂർണ്ണമായും എല്ലാം ഒന്നും നമുക്ക് എല്ലാവർക്കും ഒന്നും സാധിക്കണമെന്നില്ല, പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചാൽ തന്നെ വലിയൊരു സമാധാനം നമുക്കുണ്ടാകും. മറ്റുള്ളവരുടെ വേർഡ്സിനോ അല്ലെങ്കിൽ പ്രവൃത്തിക്കോ അവരുടെ ജസ്റ്റേഴ്സിനനുസരിച്ചോ നമ്മൾ മാറാണ്ട്, റെസ്പോണ്ട് ചെയ്യാണ്ട്, റിയാക്ട് ചെയ്യാണ്ടൊക്കെ നമുക്ക് കുറച്ചൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ പറ്റിയാൽ തന്നെ വലിയ സമാധാനമാണത്. പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ശരി, നമസ്തേ.